പ്രണയങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ എനിക്ക് തോന്നിയവർക്കാർക്കും എന്നോട് തിരിച്ചു തോന്നിയിട്ടില്ല. പിന്നെ പണ്ട് ഞാൻ അത്ര എക്സസീവ് ഒന്നും അല്ലായിരുന്നു, കൂടുതലും വൺ സൈഡ് ലോഡ് സ്റ്റോറീസ് ആയിരുന്നു. അതുകൊണ്ട് ആരും അങ്ങോട്ട് പോയി പറയാനുള്ള കടിച്ചില്ലായിരുന്നു. പിന്നെ എടുത്തു പറയത്തക്കുന്ന സംഭവം ഉണ്ടായത് ഈ ഇടയ്ക്കാണ്. അത് നല്ല ഹോറർ സംഭവം. ഡോ, താൻ എന്തെങ്കിലും ഒന്ന് സംസാരിക്കേ. കുറച്ചു നേരമായി ഒരേ നടപ്പാണ്. അല്ല, എന്തൊക്കെയോ ചോദിക്കണമെന്നുണ്ട്, പക്ഷേ ഒരു സ്റ്റാർട്ടിങ് ട്രബിള്. ഡു യു ലൈക്ക് മൂവീസ്? മൂവീസ് അത്ര സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല. ഇറ്റ്സ് ലൈക്ക് എ സ്ട്രെസ് ബസ്റ്റർ ഫോർ മീ. ഓ, മായാനദി ഓർ വിനീതാണ്ടി വരുവയാ? കൽ ഹോ ന ഹോ. ആക്ച്വലി ഐ ലൈക്ക് ബോളിവുഡ് റോംകോം മൂവീസ്. പഠിച്ചതും വളർന്നൊക്കെ ഡൽഹിയിലായതുകൊണ്ട് തമിഴ് മൂവീസ് അധികം കാണാറില്ല. ആക്ച്വലി ഇറ്റ്സ് നോട്ട് എ ബാഡ് ചോയ്സ്. ഐ ലൈക്ക് ദാറ്റ് മൂവി. പിന്നെ ഞാൻ സിനിമ കുറച്ച് സീരിയസ് ആയിട്ട് കാണുന്ന ഒരാളാ. നിർമ്മലാണ്ടി പറഞ്ഞിരുന്നു ഇയാൾ അധികം സംസാരിക്കുന്ന ടൈപ്പല്ല, മൂവിയൊക്കെ ഭയങ്കര ക്രേസാണ്. പക്ഷേ ഇത്ര പ്രതീക്ഷിച്ചില്ല. അല്ല, എനിക്ക് സംസാരിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പിന്നെ പെൺകുട്ടികൾ സംസാരിക്കുമ്പോൾ മാത്രം ചെറിയൊരു സ്റ്റാർട്ടിങ് ട്രബിള്, വേറെ കുഴപ്പമൊന്നുമില്ല. അതൊരു പ്രത്യേകതരം പ്രശ്നമാണ്. വാട്ട് അബൌട്ട് പൊളിറ്റിക്സ് ആൻഡ് റിലീജിയസ് കൈൻഡ് ഓഫ് തിങ്സ്? ഐ ഡു ബിലീവ്. വീക്കെൻഡ്സ് ഒക്കെ അമ്പലത്തിൽ പോകാറുണ്ട്. ഐ ലവ് അവർ ട്രഡീഷൻ ആൻഡ് കൾച്ചർ. അത് ആഷ്ട്രപാല സംസ്കാരം, ആ ലൈൻ. ഉദ്ദേശം എന്തെന്ന് മനസ്സിലായി. എന്തായാലും ആ ലെവലില്ല. പൊളിറ്റിക്സ് ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ്. ജസ്റ്റ് ഫോളോ ചെയ്യുന്നു മാത്രം. ലെഫ്റ്റ് ഓർ റൈറ്റ്? ഒബ്വിയസ്ലി നോട്ട് ഇൻ ടു ദ ലെഫ്റ്റ്. യെ പാക്ക് കറോ. യാ വെൽക്കം. തനിക്ക് ഈ പാർട്ട്ണറിന്റെ ലുക്സ്, ഫിസിക്കൽ അപ്പിയറൻസ് അങ്ങനത്തെ ഒന്നും പ്രിഫറൻസ് ഇല്ലേ? സോറി. അല്ല, എനിക്കിപ്പോ ഞാനങ്ങനെ നോക്കുന്നൊന്നുമില്ല. എന്നാലും ഒരു മിനിമം ഒരു സെക്സ് അപ്പീലാണ്, അത്രേ ഉള്ളൂ. ഞാനൊരു കാര്യം സ്ട്രെയിറ്റ് ആയിട്ട് പറയാം. ഐ തിങ്ക് ഗൗതു അത് അതിൻ്റെതായ സെൻസിലെടുക്കുന്നു വിശ്വസിക്കുന്നു. ഓഫ് കോഴ്സ്, ഞാനങ്ങനെ ഇതൊന്നും സീസർ എടുക്കുന്ന ആളല്ല. സി, ഞാൻ കുറച്ച് ബ്യൂട്ടി കോൺഷ്യസ് ആണ്. ഓക്കെ. ഐ ലൈക്ക് ടു ഡ്രസ് വെൽ ആൻഡ് ഞാൻ എന്നെ തന്നെ നന്നായിട്ട് കെയർ ചെയ്യാറുണ്ട്. ആൻഡ് ഐ ഫോളോ മൈ ഡയറ്റ്സ്. അപ്പം എൻ്റെ പാർട്ട്ണറും അതുപോലെ ആവണം എന്ന് എനിക്ക് കുറച്ച് നിർബന്ധമുണ്ട്. എനിക്കെന്തോ തൻ്റെ ഈ ഓവറോൾ ലുക്സ് ഒക്കെ കാണുമ്പോൾ ഒരു ഡോണ്ട് ടേക്ക് ഇറ്റ് ബാഡ്ലി, സംതിങ് ഈസ് മിസ്സിങ്. ടു ബി ഫ്രാങ്ക്, ഈ ഷേപ്പ് ചെയ്യാത്ത താടി, ഔട്ട്ഡേറ്റഡ് ഡ്രസ്സിംഗ് സ്റ്റൈൽ, ഈ ലേസി ആറ്റിറ്റ്യൂഡ്, ഐ ഡോണ്ട് തിങ്ക് സോ നമുക്കിത് വർക്കൗട്ട് ആവുന്നു. രമണി ആസ്ട്രോളജീസ് മറ്റുള്ളവരെ ആകർഷിക്കാനുള്ള മന്ത്രമാണ് ഇത്. ഈ മന്ത്രം നമുക്ക് ഒരു നെയ്വിളക്കിന് മുന്നിലിരുന്ന് എല്ലാ ദിവസവും നിത്യം 1008 ജപിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ എല്ലാ തരത്തിലുള്ള നമ്മളെ സ്നേഹം കൊണ്ട് കീഴ്പ്പെടുത്തി പതിയെ നമ്മുടെ കംഫോർട്ട് സോണിൽ കടന്നു വരുന്ന ചിലരുണ്ട്. കുറച്ച് കഴിയുമ്പോൾ നമ്മളെ വീർപ്പൊട്ടിക്കും വിധം നമ്മുടെ മേൽ അധികാരം നേടിയെടുക്കുകയും പിന്നീട് നമ്മുടെ മെസ്സേജ് ലേറ്റ് ആയാൽ പ്രശ്നം, കോൾ എടുത്തില്ലെങ്കിൽ പ്രശ്നം, അങ്ങനെ ഈ അധികാരം നമ്മുടെ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കാൻ തുടങ്ങും. പെൺകുട്ടികളെ, നിങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത്. ഇത്തരം ആണധികാര ഇടങ്ങളിൽ നിന്നും പെണ്ണെ, നീ നടന്നു നീങ്ങുക.
നിനക്ക് ഫോൺ വിളിച്ചെടുത്തുട്ര കോപ്പെ. പതിവില്ലാതെ ഈ സമയത്ത് റെഡി. എന്നത്തെ കാര്യം തീരുമാനമായല്ലേ? സംഭവം അവളെ റിജക്ട് ചെയ്താണ്, പിന്നെ അവളെ റിജക്ട് ചെയ്തില്ലായിരുന്നെങ്കിലും ഞാൻ അവളെ റിജക്ട് ചെയ്തേനെ. കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റ് വൈബാണ്. നീ ആ കണ്ണീരങ്ങ് തുടച്ചിട്ട് പറ. പോടാ പുല്ലേ, എടാ ഏതേലും ഒന്നിനെ കേട്ടാണ് എനിക്ക് നീലകണ്ഠനൊക്കെ പണ്ടേ ആവായിരുന്നു. മെഴുകിയിട്ട് വന്നാൽ ഈ ഡയലോഗിക്ക് മാത്രം ഒരു കുറവില്ലല്ലേ? എടാ അത് അങ്ങനല്ലടാ. എടാ ഒരേ വേവിൽ നിന്നുള്ള പാർട്ട്നേഴ്സിനുള്ള ബോണ്ട് ഉണ്ടല്ലോ, അത് വേറെ മൂഡാണ്. ഇത് ചുമ്മാ അവളുടെ പൊളിറ്റിക്കൽ വ്യൂ വേറെ, സിനിമാ വ്യൂ വേറെ, ബിലീവ്സ് വേറെ, പിന്നെ അവളുടെ കോപ്പിലെ കുറെ ഫിസിക്കൽ അപ്പിയറൻസ്. അതെ അതെ, 34 വയസ്സ്, യൂറിക് ആസിഡ്, ഷുഗർ, എന്നിട്ടും ചോക്ലേറ്റ് കാഫി. വെറുതെ എന്നെ കൊണ്ടൊന്നും പറയുക. നിഖിലേട്ടാ, ഇന്ന് എനിക്ക് ഒരു ക്ലയൻറ്റ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആകെ തിരക്കായിരുന്നു. മെസ്സേജ് ഞാൻ ഇപ്പോഴാണ് കണ്ടത്. അതെ, 10:30 അയച്ച മെസ്സേജ് ഡബിൾ ടേക്ക് വീണിട്ട് 5 മണിക്കൂർ കഴിഞ്ഞ്. അതിനിടയ്ക്ക് നീ ഇൻസ്റ്റയിൽ 2 സ്റ്റാറ്റസ് ഇട്ടേക്കുന്നു. എന്താ നിന്റെ ഉദ്ദേശം? ബൈ ദ വേ, നിനക്ക് സെറ്റാക്കാൻ നല്ലത് ഡേറ്റിംഗ് ആപ്പ് തന്നെ. പഴയ അരികെ മുതൽ ഐസില വരെ പൊടി തപ്പി എടുത്തു. ഒരു നാണക്കേടും വിചാരിക്കണ്ട. ചന്നം പിന്നെ ഇരുന്നങ്ങ് സ്വൈപ്പ് റൈറ്റ് ചെയ്തു. ഏതേലും പറഞ്ഞ മാച്ച് അടിക്കും. കയറി ഡേറ്റ് ചെയ്യടാ, ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാം. പോയടാ കോപ്പ, ഇതൊന്നും എനിക്ക് സെറ്റ് ആവൂല. ചായ എടുക്കട്ടെ? ആ ചേട്ടാ, ഒരു ഫ്രഷ് മിൽക്ക് സ്ട്രോങ് എടുത്തോ, പിന്നെ ഷുഗർ മീഡിയം മതി. ഓക്കെ. മോനെ, നീ വേറെ എന്തെങ്കിലും നോക്കി തുടങ്ങിക്കോട്ടോ. നമ്മളെ പറഞ്ഞ കൊച്ചിനെ വേണ്ടെങ്കിൽ വേണ്ട. ഇങ്ങനെ കുറെ ആദർശവും പറഞ്ഞുകൊണ്ടിരുന്നാൽ ഒരു പെണ്ണിനും നിനക്ക് കിട്ടാൻ പോകില്ല. എന്താ ചായ? എടാ എനിക്കൊരു 300 നീ അക്കൗണ്ട് ഇട്ടേക്കാവോ? ഞാൻ നിനക്ക് നാളെ തിരിച്ചിട്ടേക്കാം. ഒരു കാർഡ് പേയ്മെന്റ് പെൻഡിങ് ഉണ്ട്, അതാ. സോഫ സെറ്റാ? Yeah, that coffee shop? Yeah, I'm sure. That's the same cafe. ഹലോ, എടോ, ഞാനിവിടെ ഗാർഡൻ ഏരിയയിലുണ്ട്. താൻ എവിടാ? ഞാനും ഇവിടെ ഗാർഡൻ ഏരിയയിലുണ്ടല്ലോ. ഇവിടെ 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 ഇവിടെ. ഹായ്. ഗൗതം. ഹലോ. നമുക്കിരുന്നാലോ? ആ. So, what's up? All going good.
ദുബായിൽ എത്ര നാളായി? സിവിൽ എഞ്ചിനീയർ റൈറ്റ്? ഞാൻ ആക്ച്വലി 2 years ആണ് ദുബായിൽ. സ്റ്റിൽ നോട്ട് സെറ്റിൽ? ആക്ച്വലി ഞാൻ എൻ്റെ കരിയർ സ്വാപ്പ് ഒന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ അതിൽ സെറ്റിൽ ആവാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. See, I'm not into texting. അതിലോടൊന്നും എനിക്ക് അത്ര കംഫർട്ടബിൾ അല്ല. പിന്നെ that's why I decided to meet you in person. People can behave better through this chat and all. പിന്നെ എൻ്റെ പ്രീവിയസ് റിലേഷൻഷിപ്പിൽ ഒരു റാസ്കൽ എവിടുന്നോ പെട്ടെന്ന് കയറി വന്നു. പിന്നെ സഡൻലി അവൻ മിസ്സിങ് ആയിരുന്നു. പിന്നെയാണ് ഞാൻ ഈ ഗോസ്റ്റിംഗ് സംഭവത്തിനെ കുറിച്ചൊക്കെ നോട്ട് ചെയ്യാൻ തുടങ്ങി. ഗോസ്റ്റോ? ഗോസ്റ്റിംഗ് അറിയില്ലേ? ഗോസ്റ്റിംഗ് അറിയാം. പക്ഷേ DOB? DOB means date of birth? Yeah. 91. So the so-called 2K90s combo? അതൊരു പ്രശ്നമല്ലല്ലോ. ഐഡിയക്ക് ചിലപ്പോൾ വർക്കൗട്ട് ആവാം. സോ എന്താണ് തൻ്റെ ഒരു കോൺസെപ്റ്റ് ഓഫ് ലവ്, ഒരു റിക്വയർമെന്റ്? എനിക്ക് ഒരേ വേലെങ്കിലുള്ള ആൾക്കാർ, ഒരേ കോമൺ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ തമ്മിലാണ് ഈ ലവ് എന്ന സാധനം വർക്കൗട്ട് ആണെന്നാണ് എൻ്റെ ഒരു തോന്നൽ. അതിലൊന്നും വലിയ കാര്യമില്ല. എൻ്റെ പ്രീവിയസ് റിലേഷൻഷിപ്പ് ഒക്കെ ഒരേ തോട്ട്സും വൈബൊക്കെ ആയിരുന്നു. ഒന്നും വർക്കായിട്ടില്ല. ഓക്കെ, എന്താണ് തൻ്റെ ഒരു ടേസ്റ്റ് ഓഫ് മൂവീസ്? I do watch K-dramas, DC Marvel movies and Friends series also. Okay. So you didn't watch Indian movies? കുറവാണ്. You don't watch Hollywood movies? ആക്ച്വലി ഞാൻ എല്ലാ ലാംഗ്വേജിലും പടം കാണാറുണ്ട്. എനിക്ക് കൂടുതലും ക്രൈം ത്രില്ലേഴ്സ് ആണ്. ഡേവിഡ് ഫിഞ്ചർ ആണ് എൻ്റെ ഫേവറേറ്റ് ഡയറക്ടർ. ബേസിക്കലി ഞാൻ ഒരു മൂവി ബഫ് കൂടിയാണ്. എനിക്കിത് ജസ്റ്റ് ഒരു ടൈം പാസ് മാത്രം. What about your political views? I hate these things. So you didn't know? No, I didn't. താനെന്താ മറ്റേ അലബാദിയ കമന്റ് റിപ്പീറ്റ് ചെയ്യാനാ? അല്ല, ഇന്നത്തെ കാലത്ത് ഒരു പൊളിറ്റിക്കൽ വ്യൂ ഇല്ലാത്ത ആളെന്നൊക്കെ പറഞ്ഞാൽ എനിക്കൊട്ടും ഡൈജസ്റ്റ് ആകാത്തൊരു കാര്യമാണ്. Dude, are you trying to lecturing me? This is my stand. എനിക്കൊരു പൊളിറ്റിക്കൽ പാർട്ടീസിലോട്ട് വിശ്വാസവും ഇല്ല, വോട്ട് ചെയ്യാനൊട്ട് താല്പര്യമില്ല. എടോ, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഈ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ കക്ഷി രാഷ്ട്രീയം മാത്രമല്ലല്ലോ. ഇറ്റ്സ് എ ചാൻസ് ടു രജിസ്റ്റർ അവർ വോയിസ്. അങ്ങനെയാണ് എൻ്റെ ഒരു അഭിപ്രായം. Enough. താൻ ഇത് പറയാനാണ് എന്നെ കാണാമെന്നേ? അല്ല, പറഞ്ഞപ്പോൾ കുറച്ച് ആവേശം കൂടി പോയതാ. ഇച്ചിരി അല്ല, കുറച്ച് ഓവറായി പോയി. What do you think? നമ്മൾ തമ്മിലുള്ള കണക്ഷൻ വർക്കൗട്ട് ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? അല്ല, നമ്മൾ കുറച്ചുകൂടെ സംസാരിച്ച് കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പക്ഷേ. To be frank, നെക്സ്റ്റ് മീറ്റപ്പിനുള്ളൊരു വാവ് ഫാക്ടർ എനിക്ക് തൻ്റെ അടുത്തുനിന്ന് കിട്ടിയിട്ടില്ല. So I think let's drop this here. ഞങ്ങൾ പരസ്പരം ബ്ലോക്കൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ ഇന്ന് സ്റ്റോറീസ് കാണും, സ്റ്റാറ്റസ് നോക്കും, പ്രൊഫൈൽ സ്റ്റോക്കിങ്ങും ചെയ്യും. എന്നാൽ ഒരു കാലത്ത് എല്ലാമായിരുന്നു രണ്ടുപേർ. ഇപ്പോൾ അപരിചിതരെ പോലെ. ലേശ ഉളുപ്പ് അല്ലളിയാ, മ്യൂസിക് വിത്ത് കുക്കിങ്ങാ. ലച്ചുത വാണ്ടറും തീരുമാനമായില്ലേ? എന്താ പോലെ സീനെന്നാ? നീ കാര്യം പറ. എടീ, ഡേറ്റിംഗ് പരിപാടിക്കൊക്കെ ഇറങ്ങുമ്പോഴത്തേനും നീ കുറച്ചു കൊടുക്കുന്ന കോംപ്രമൈസ് ചെയ്യണം. കോംപ്രമൈസോ? എന്ത് കോംപ്രമൈസ്? എടാ, ലൈഫ് ലോങ് നമ്മളോട് ജീവിക്കേണ്ട ആളെ ചൂസ് ചെയ്യുന്ന പ്രോസസ് ചെയ്ത് അതിനകത്ത് എന്തോന്ന് കോംപ്രമൈസ്? എടാ, ഈ ലവ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അതിൻ്റെ ആ ഒരു സ്പിരിറ്റ് ഉണ്ടല്ലോ, അത് ഒരിക്കലെങ്കിലും ജീവിതത്തെ അനുഭവിക്കാതെ മരിച്ചുവിട്ട് എന്താടാ കാര്യം? എടാ, നീ നമ്മുടെ ഗൗതം വേസനം പറഞ്ഞു കേട്ടിട്ടില്ലേ? കാതിലെ തേടി പോകാൻ മുടിയാറ് അത് താനാ പറഞ്ഞു നമ്മളെ തലകീഴപ്പെടുത്തിയിരുന്നു. സംഭവസൗകര്യം അങ്ങനെ പലതും പറയും. നമ്മുടെ സാഹചര്യത്തിന് നമ്മൾ തേടിപ്പോയാലോ അല്ലേ നടക്കത്തുള്ളൂ. അതിലും കാര്യമില്ലാതില്ല. എനിക്കിപ്പോ ഒരു കാര്യം മനസ്സിലായി. നിനക്ക് ആ പഴയ പരിപാടി തന്നെ നടക്കത്തുള്ളൂ. ഏത് പരിപാടി? മാട്രിമോണി. എടാ, അതിനകത്തൊരു പ്രത്യേക ഒരു മോഡസ് ഓഫ് ഓപ്പറാൻഡി ഉണ്ട്. അത് നീ കീപ്പ് ചെയ്ത് കഴിഞ്ഞാണ്ടല്ലോ, ഈ ഡേറ്റിംഗ് ആപ്പിലേക്കാളും കിടൂ മാട്രിമോണി. പിന്നെ കോപ്പ് മോഡസ് ഓഫ് ഓപ്പറാൻഡി. എടാ, നീ അത് ഞാൻ പറയുന്നത് കേൾക്കും. നിന്റെ ആലമ്പ് ഫോട്ടോസൊക്കെ മാറ്റി ആ പ്രൊഫൈൽ ഒന്ന് അപ്ഡേറ്റ് ചെയ്യും. പ്രിഫറൻസ് സെൽഫ് റിലേറ്റഡ് പ്രൊഫൈലിൽ നിന്ന് മാത്രം വെക്കുക. ദുബായ് വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള പിള്ളേർക്ക് മാത്രം റിക്വസ്റ്റ് അയക്കുക. കണ്ടാകുന്ന നമ്പർ എടുക്കുക, വാട്സാപ്പ് പോവുക. ബാക്കിയൊക്കെ എൻ്റെ കഴിവ് പോലെ ചെയ്യും. അതൊരു തറപ്പരിപാടി അല്ലേ? ഹിന്ദു പിള്ളേ പിള്ളേ എന്തോരം ജാതികളാണ്. കൃഷ്ണേന്ദു right to the
മിസ്റ്റർ ഗൗതം, തൻ്റെ മെസ്സേജ് കണ്ടിരുന്നു. ഞാൻ ഇന്ദുവിൻ്റെ ഫാദറാണ്, ഭാർഗവ മേനോൻ. ഞങ്ങൾ വർഷങ്ങളായി ദുബായ് സെറ്റിലായിട്ടുള്ള ഒരു പ്രോഗ്രസീവ് ഔട്ട്ലുക്കുള്ള മേനോൻ ഫാമിലിയാണ്. എൻ്റെ മോളൊരു എയർലൈൻ പ്രൊഫഷണലും. സോ മിനിമം 10,000 ദിർഹം സാലറി ഉള്ളവരെ മാത്രമേ ഞങ്ങൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഗൾഫുകാരനാണ് മോനെ. എൻ്റെ മോളൊരു ഡോക്ടറാണ്. മോനെ ഞങ്ങൾ നായരാണ്. മോന്റെ ജാതി ഏഴല്ലേ? എടോ, എൻ്റെ വീട്ടുകാർക്ക് ജാതകപ്പൊരുത്തം മസ്റ്റാണ്. താനത് അയക്കാൻ നോക്ക്. ഇനി ഏത്തിസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞാൽ ഒന്നും അവര് ആക്സെപ്റ്റ് ചെയ്യില്ല. ഏഴല്ലേ? ഞങ്ങൾ നായരാണ്. ഹായ് എടോ, ആക്ച്വലി എൻ്റെ പ്രൊഫൈൽ ഹാൻഡിൽ ചെയ്യുന്നതും തനിക്ക് കണക്ഷൻ റിക്വസ്റ്റ് അയച്ചതൊക്കെ എൻ്റെ അമ്മയാണ്. ഞാൻ തൻ്റെ പ്രൊഫൈൽ കണ്ടിട്ട് പോലുമില്ല. അല്ലേലും എനിക്ക് ഈ പാരൻസ് ഹാൻഡിൽ ചെയ്യുന്ന പ്രൊഫൈലിന് വലിയ താല്പര്യമില്ല. ഞാൻ സെൽഫ് ക്രിയേറ്റഡ് പ്രൊഫൈൽസ് നോക്കാറുള്ളൂ. പിന്നെ തന്നെ ബയോ ഞാൻ കണ്ടായിരുന്നത്. അതിനകത്ത് ഈ റൈറ്റ് വിങ് പൊളിറ്റിക്സ് അതൊന്നും എനിക്ക് കണക്ട് ആവില്ല. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. എനിവേസ് തൻ്റെ റിക്വയർമെൻറ്റ്സ് ഒക്കെ അറിഞ്ഞതിൽ വളരെ സന്തോഷം. നമുക്ക് ഈ കോൺവെർസേഷൻ ഇവിടെ വെച്ചങ്ങ് നിർത്താം. അതാ നല്ലത്. അല്ലെങ്കിൽ എന്തിനാ പോട്ട്. അല്ല മോനെ ഗൗതം കുട്ടാ, വയസ്സ് 34 ആയില്ലേ ചങ്ങായി? കല്യാണം കഴിക്കണ്ടേ? എടുത്ത് ഒരുപാട് ലേറ്റ് ആയപ്പോൾ ഈ കുട്ടികളെല്ലാം ഉണ്ടാകും. ഭയങ്കര പണിയാണ് കേട്ടോ. ഞാൻ എൻ്റെ വൈഫിൻ്റെ അപ്പുറം ഒന്ന് ഡെസേർട്ട് സഫാരിക്ക് വന്നതാ. ഞാൻ നിന്നെ ഡീറ്റെയിൽ ആയിട്ട് അങ്ങോട്ട് വിളിക്കാം. എടാ കേട്ടി മിറാശം വൈരേ, നീ ലൈഫ് സെറ്റിൽ ആകാൻ വേണ്ടി വീട്ടുകാർ കാണിച്ച പെണ്ണ് സ്ത്രീധനം മേടിച്ച് കെട്ടിയിട്ട് അവളുടെ ചിലർ ദുബായിലെത്തിയ നീ എന്നെ കുറ്റം പറഞ്ഞോ? ഒച്ചിട്ട് പോടാ. നീ ലൈഫ് സെറ്റിൽ ആകാൻ വേണ്ടി വീട്ടുകാർ കാണിച്ച പെണ്ണ് സ്ത്രീധനം മേടിച്ച് കെട്ടിയിട്ട് അവളുടെ ചിലർ ദുബായിലെത്തിയ നീ എന്നെ കുറ്റം പറഞ്ഞോ? ഒച്ചിട്ട് പോടാ. എടോ, ദുബായിലെ പെൺകുട്ടിയൊക്കെ ഇങ്ങനത്തെ മെസ്സേജൊക്കെ അയച്ച് ഭീഷണിപ്പെടുത്തിയ വൻ സീനാട്ടോ. പ്രത്യേകിച്ച് കല്യാണക്കാരും പറഞ്ഞിട്ട്. എടോ, ദുബായിലെ പെൺകുട്ടിയൊക്കെ ഇങ്ങനത്തെ മെസ്സേജൊക്കെ അയച്ച് ഭീഷണിപ്പെടുത്തിയ വൻ സീനാട്ടോ. പ്രത്യേകിച്ച് കല്യാണക്കാരും പറഞ്ഞു. തനിക്ക് അയച്ച മെസ്സേജ് അല്ലേ, എനിക്കൊരു ഫ്രണ്ട് ഉണ്ട് തരുൺ കേറ്റി, അവനയച്ച മെസ്സേജ്. ആള് മാറിപ്പോയതാ. എടോ വേറൊന്നും താൻ വിചാരിക്കുന്നത്, ഞാൻ അപ്രോച്ച് ചെയ്തൊന്നുമല്ല, ശരിക്കും ആള് മാറിപ്പോയതാ. ഇയാൾ എന്തൊരു ഓവർ തിങ്കിങ് ആടോ. എടോ അതുകൊണ്ടല്ലോ എൻ്റെ കുറച്ച് പ്രീവിയസ് എക്സ്പീരിയൻസ് അങ്ങനെ ആയിപ്പോയി. ഈ സ്ത്രീധനം മാത്രം നോക്കി കേട്ടിട്ട് ഇമ്മാരി ഉപദേശ മെസ്സേജ് അയച്ച് നടക്കുന്നവരെ ഇതല്ല, ഇതിനപ്പുറം പറയണം. എൻ്റെ പൊന്നെ ഒന്നും പറയണ്ട. ചില നേരത്ത് വീട്ടുകാരെക്കാളും കഷ്ടമാണ് ഈ കൂടെ നടക്കുന്ന കൂട്ടുകാരൻ തന്നെകൾ.
എടോ ഞാൻ അന്ന് കുറച്ച് ഫസ്റ്റേറ്റഡ് ആയിരുന്നു, അതുകൊണ്ടാണ് തനിക്ക് അങ്ങനെയൊക്കെ മെസ്സേജ് അയച്ചത്. താനൊന്നും വിചാരിക്കരുത്. അപ്പൊ ഇയാളുടെ സ്ഥായിയായിട്ടുള്ള ഒരു വികാരം തന്നെയല്ലേ? You can imagine, right? Survival of 33-year-old bachelor. It's a big task. സർവൈവൽ ഓഫ് എ 30+ ബാച്ചിലർ അവസ്ഥ എനിക്ക് മനസ്സിലാവും. എനിവേ ഇറ്റ്സ് യുവർ തിങ്. അങ്ങനെ തന്നെ ഇരിക്കട്ടെ. എടോ ഈ സെയിം സാധനം എനിക്ക് സജഷനിൽ വന്നിരുന്നു. അപ്പൊ നമ്മളെല്ലാരും ട്രാക്ട് ആണല്ലേ? കേട്ടി മിറാഷ്, ഹായ്. ഇവിടെയാണോ വർക്ക് ചെയ്യുന്നേ? അല്ല, ഞാൻ വർക്ക് ചെയ്യുന്ന ദേറയിലാണ്. ഇവിടാണ് സ്റ്റേ ചെയ്യുന്നത്. ഓക്കെ. ഇവിടെ സ്റ്റേ ചെയ്യുന്നേ? ഞാനിവിടെ അടുത്താണ്. ഓക്കെ ഓക്കെ. സ്റ്റേ ഇത്ര അടുത്തായിട്ട് നമ്മൾ ഇതിൽ ഒന്നും കണ്ടിട്ടില്ലല്ലേ? അറിയില്ല, ചിലപ്പോ കണ്ടിട്ടുണ്ടാവും. ചായയൊക്കെ കുടിക്കണം. പക്ഷെ ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ, നമ്മളിത് കൂടുതൽ പരിചയപ്പെട്ടിട്ട് ഒരു ഡേറ്റിംഗിലേക്ക് പോകാനുള്ള പ്ലാൻ ഒന്നും അല്ലല്ലോ. താനെന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാൻ ആക്ച്വലി അങ്ങനൊന്നും വിചാരിച്ചിട്ടില്ല. പിന്നെ തനിക്ക് കംഫർട്ട് അല്ലെങ്കിൽ വേണ്ട. ചുമ്മാ പറഞ്ഞാടോ. ഞാൻ ഓൾമോസ്റ്റ് ഇവിടെയുള്ള എല്ലാ റെസ്റ്റോറൻറ്റ്സൊന്നും ഫുഡ് കഴിക്കാറുണ്ട്. സോ സജസ്റ്റ് ചെയ്യുമ്പം നോക്കി സജസ്റ്റ് ചെയ്യണം. ഞാൻ അത്രയ്ക്ക് വലിയ ഫുഡി ഒന്നുമല്ല, എന്നാലും എനിക്ക് കുറച്ച് സ്പോട്ട് അറിയാം. പോയി നോക്കാം. ഓക്കെ. നൈസ് ആംബിയൻസ്. ഞാൻ ഇടയ്ക്ക് ഇവിടെ വരാറുണ്ട്. സോ ഹൗസ് ദുബായ്? ദുബായ് ഈസ് ഫ്രീഡം. ആരുടെയും തുറച്ചുള്ള നോട്ടല്ല, ആരുടെയും ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കണ്ട. നൈസാണ്. പിന്നെ നാട്ടിൽ പോകാൻ തന്നെ തോന്നുന്നില്ല. എല്ലാവർക്കും ഇതുപോലൊക്കെ തന്നെയല്ലേ? ഞാൻ ആക്ച്വലി നാട്ടിൽ പോയി 1.5 വർഷമായി. നാട്ടിൽ ചെന്ന് ഇറങ്ങിയേ തുടങ്ങും ഓരോ ചോദ്യങ്ങൾ. ഹലോ സർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മാം. എന്താ വേണ്ടേ? അത് ശരി, താനല്ലേ കൊണ്ടുവന്ന്. യു ഇൻവൈറ്റഡ് മീ റൈറ്റ്? സോ സജസ്റ്റ് സംതിങ്. ഞാൻ നോക്കട്ടെ. ഓക്കെ. പിന്നെ എങ്ങനെയുണ്ട് മാട്രിമോണി ജീവിതമൊക്കെ? കര പറ്റാറായോ? സംഭവം ഒരു 80% നെഗറ്റീവ് ആണെങ്കിലും അതൊരു മോശം സെറ്റപ്പ് ഒന്നുമല്ല. പുതിയ ആൾക്കാർ, പുതിയ എക്സ്പീരിയൻസ്, അങ്ങനെയൊക്കെ നോക്കുമ്പോൾ. അപ്പൊ ചുരുക്കി പറഞ്ഞ മാട്രിമോണി തന്നെ ഒരു ഡേറ്റിംഗ് ആപ്പ് ആക്കിയില്ലേ? സത്യം പറഞ്ഞാൽ എനിക്ക് ഈ മാട്രിമോണി ഒരു ഫ്രണ്ട് സർക്കിൾ ഉണ്ട്. എൻ്റെ ഇൻസ്റ്റാ ഫോളോവേഴ്സിലെ 20% ഗേൾസും എനിക്ക് ഈ മാട്രിമോണിയിൽ നിന്ന് കിട്ടിയതാ. എങ്ങനെ സാധിക്കുന്നടോ ഇതൊക്കെ? അതൊക്കെ ആ ഒരു ഫ്ലോയിലങ്ങ് പോകുന്നു. ഇയാൾക്ക് ഇതല്ലാതെ വേറെ ഔട്ട്സൈഡ് ഒന്നും സെറ്റ് ആയിട്ടില്ലേ? അങ്ങനെ ചോദിച്ചാൽ പ്രണയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നിയവർക്കാർക്കും എന്നോട് തിരിച്ചു വന്നിട്ടില്ല. പിന്നെ പണ്ട് ഞാൻ അത്ര എക്സസീവ് ഒന്നും അല്ലായിരുന്നു, അതുകൊണ്ട് ആരും അങ്ങോട്ട് പോയി പറയാനുള്ള കടിച്ചില്ലായിരുന്നു. പിന്നെ ഈ ഇടയ്ക്ക് എൻ്റെ 2 സംഭവങ്ങൾ ഉണ്ടായിരുന്നു. അതും നല്ല ഹോർഫുൾ സംഭവം. അപ്പൊ ഡേറ്റിംഗ് ആപ്പ് വഴി പണി കിട്ടിയിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കല്ലോ ഇവിടെ ഇരിക്കുന്നത്. അങ്ങനെ ഉണ്ട്. പിന്നെ വീട്ടുകാർ വഴി ഒന്ന് വേറെ കുറെ. ഹലോ സർ, മാം, ടീ. തൻ്റെ കാര്യമൊന്നും പറഞ്ഞില്ല. എന്താ അറിയണ്ടേ? ചോദിച്ചോളൂ. അല്ല, എനിക്ക് ഈ പെൺകുട്ടികളുടെ റിക്വയർമെന്റ്സ് ഒന്നും അറിയാത്തതുകൊണ്ടേ എങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്നൊരു ഡൗട്ട്. അല്ല, താൻ പേടിക്കണ്ട. നമ്മുടെ വ്യൂസ് കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റ് ആയിട്ട് താൻ സേഫാണ്. അതെന്തൊക്കെ ഈ ഓപ്പോസിറ്റ് വ്യൂസ്? അന്ന് താൻ മെസ്സേജ് അയച്ചപ്പോൾ ഇത് തന്നെയാണല്ലോ പറഞ്ഞത്. ഓപ്പോസിറ്റ് മീൻസ് താനൊരു റൈറ്റ് വിങ് പൊളിറ്റിക്സിൻ്റെ ആളെന്ന് ഞാൻ പ്രൊഫൈലിൽ കണ്ടിരുന്നു. പിന്നെ ആഗ്നോസ്റ്റിക്, ഇത് രണ്ടും എനിക്ക് കണ്ടാകുന്ന കാര്യങ്ങളല്ല. എടോ, എല്ലാ മനുഷ്യർക്കും അവരുടേതായിട്ടുള്ള ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്. സോ അത് റെസ്പെക്ട് ചെയ്യുക, അവർക്ക് വേണ്ട സ്പേസ് കൊടുക്കുക, അത്രയല്ലേ ഉള്ളൂ. ആക്ച്വലി എനിക്കിങ്ങനെ ബോറടിപ്പിക്കാതെ കുറേ നേരം സംസാരിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്നവരുടെ തന്നെ വേണം. പിന്നെ ഡിഫറെൻറ്റ് വ്യൂ പോയിന്റ്സുള്ള ആളുകൾ തമ്മിൽ എപ്പോഴും ഒരു ക്ലാഷ് നടക്കും. അവർ തമ്മിൽ എങ്ങനെ റൊമാൻസ് വർക്കൗട്ട് ആവും എന്നാണ് എൻ്റെ ഒരു സംശയം. ഇയാളെന്തായാലും കുറച്ച് ബുദ്ധിമുട്ടും. പിന്നെ ലവ് ഒക്കെ വർക്കൗട്ട് ആവാൻ അത്ര സമയമൊന്നും വേണ്ടടോ.
ഇറ്റ്സ് എ മാജിക്. അത് അതിൻ്റെ വഴിക്ക് നടന്നോളും. അല്ല, തൻ്റെ റിക്വയർമെൻറ്റ്സ് പറഞ്ഞില്ല. ഇത് അത്ര വലിയ സംഭവം ഒന്നല്ലടോ. ഞാൻ എൻ്റെ ഒരു വ്യൂ പറയാം. എല്ലാ രീതിയിലുള്ള ഇക്വാലിറ്റിയിലും വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ എന്നെ ഒരു സ്ത്രീയായിട്ട് ട്രീറ്റ് ചെയ്യേണ്ട സിറ്റുവേഷൻസിൽ എന്നെ അങ്ങനെ തന്നെ ട്രീറ്റ് ചെയ്യണം. ഓക്കേ. പിന്നെ ഇമോഷണൽ അവൈലബിലിറ്റി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. ഞാൻ പറയാതെ എന്നെ മനസ്സിലാക്കുക, എൻ്റെ അടുത്ത് ഹോണസ്റ്റ് ആയിട്ട് ഇരിക്കുക. അങ്ങനെ ഒരാളെ കിട്ടിയാൽ ഐ ട്രീറ്റ് ഹിം ലൈക്ക് മൈ മാൻ. നൈസ്. ആക്ച്വലി ഞാനിതുവരെ സംസാരിച്ച പെൺകുട്ടികളിൽ ഏറ്റവും സെൻസിബിൾ ആയിട്ടും പ്രാക്ടിക്കലായിട്ടും സംസാരിച്ചത് താനാ. നമുക്ക് മൂലയ്ക്ക് ഇരിക്കാം. Hey, I know this band. ഇടയ്ക്ക് വീട്ടിലൂടെ വരാറുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. Nice. അതെ, ഞാൻ കാലങ്ങളോടും ഇത് കഥയാകി പോകും. കണ്ണീർ തുളിയും ഈറൻ വാഴും തായാക നീതാൻ തലൈക്കോല വന്നാലും മടി മീത് വീണ്ടും ജനനം വീണ്ടും. எதுக்காக கிட்ட வந்தாளோ, எதை தேடி விட்டு போனாளோ. விழுந்தாலும் நான் உடைஞ்சே போயிருந்தாலும் உன் நினைவிருந்தாலே போதும், நிமிர்ந்திடுவேனே நானும். என்னை மாற்றும் காதலே, என்னை மாற்றும் காதலே. എന്നാ പിന്നെ ശരി, ഞാൻ പോട്ടെ. അതെ, നമ്മൾ തമ്മിൽ നെക്സ്റ്റ് ഒരു മീറ്റപ്പിന് വല്ല ഹോപ്പുണ്ടോ? ആലോചിക്കാവുന്നതാണ്.